ചലഞ്ചാണ് ഒരു പരിധി വരെ. ഇനി എപ്പോഴും ഈ മിനിമം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യണം, ആളുകൾക്ക് ഇപ്പോൾ ഉള്ളൊരു വിശ്വാസം പോവാതെ നോക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊരു ചലഞ്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. ഞാൻ ബോധപൂർവം ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. ഇത്രയും നാൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നതും അതേ പ്രോസസ്സൊക്കെ തന്നെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ ഉള്ളത്. പക്ഷെ ഇത്രയും വർഷമായി ഇത്രയും സിനിമകൾ ചെയ്തതിന്റെ ഭാഗമായി ഞാൻ അറിയാതെ വന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കാം ചിലപ്പം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സെലക്ഷനിലും സിനിമകളിലും ഒക്കെ വന്നിട്ടുള്ള ഒരു വ്യത്യാസം. അപ്പൊ അത് നല്ല ഒരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഞാൻ ഈ തുടർ പരാജയങ്ങളുള്ള സമയത്ത് ഇതിനു വേണ്ടിയിട്ട് ഒരു ട്യൂഷൻ ക്ലാസ്സിന് പോവുകയോ ഒരു പുതിയതായ ഒരു തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. എന്റെ കൂടെ സിനിമ അന്വേഷിച്ച് നടന്നവര്, എന്റെ സുഹൃത്തുക്കള്, കസിൻസ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ യുഎയിലൊക്കെ പോകുന്ന പല സമയത്തും അവിടെ കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ പല ആളുകളും സംസാരിക്കുന്നതും ഈ വിഷമങ്ങളൊക്കെ മറന്ന് നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്നതും, ഇപ്പൊ ഈവൻ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ വരുമ്പോ നാട്ടിൽ നിന്ന് വന്ന ഒരു പരിചയക്കാരന്റെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊന്നും അങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഗൾഫുകാരന്റെ ആഡംബര ജീവിതം നയിക്കുന്നവരൊന്നും അല്ല. അവരും ഇവിടെ സ്ട്രഗിൾ ചെയ്തത് അതിനേക്കാൾ മുകളിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം തുടർച്ചയായി മോശം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്കുണ്ടായിരുന്ന അതേ വികാരത്തോടെ ജീവിതത്തെ കാണുന്ന ഒരുപാട് പ്രവാസികളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ റെഫറൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ സ്ക്രിപ്റ്റിൽ ആമീറിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അമീറിന്റെ ഓരോ ഇമോഷൻസും, അമീറിന്റെ ഓരോ പ്രശ്നങ്ങളും, അമീറിന്റെ പൈസയ്ക്കുള്ള അത്യാവശ്യവും, ഈ ആദ്യം കാണുന്ന സ്ട്രഗിളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ എനിക്ക് കിട്ടിയ റെഫറൻസുകളിൽ ഏറ്റവും വലുത് ഒരു പ്രവാസിയായ തിരക്കഥാകൃത്തും സംവിധായകനുമായ തമർ തന്ന റെഫറൻസ് തന്നെയാണ്. ഇപ്പം തമറിനെ അറിയാവുന്നവരും അല്ലെങ്കിൽ തമർ അനുഭവിച്ചിട്ടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയ ഈ അമീറിന്റെ ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ റെഫറൻസും ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു.